ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിൻസ് റോക്സ്. ഞങ്ങൾ ഇന്ന് വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? ആംസ്റ്റർഡാമിലാണ് പോകുന്നത് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വ്ളോഗുമായിട്ട്. ഇനിയും പുതിയ വ്ളോഗ്സുകൾ കാണാം. സമയമില്ലാത്തത് കാരണമാണ് കേട്ടോ. കുറേ ടൈമിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഞങ്ങളിപ്പോൾ രാത്രിയിൽ ഇവിടെ 9:30 ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. നമുക്ക് കാണാം ഇനി മുന്നോട്ടുള്ള വ്ളോഗുകളിലും ആംസ്റ്റർഡാമിൽ ഒക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് എവിടെ നിന്നാട്ടെ? ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ആംസ്റ്റർഡാമിലേക്കുള്ള ബസ്. ഞങ്ങൾ ബസ്സിന് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് ഭയങ്കര വൺ ഡേ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് 1 മണിയാകുമ്പോൾ തിരിക്കുന്നു ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന്. പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ 6 മണിയാകുമ്പോൾ ആംസ്റ്റർഡാമിൽ എത്തുന്നു. പിന്നെ അവിടെയൊക്കെ കറങ്ങുന്നു. പിന്നെ രാത്രി തന്നെ തിരിച്ചു കയറുന്നു അല്ലേ. രാവിലെ ഇവിടെ 4 മണിയാകുമ്പോൾ നമ്മളിവിടെ 4 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെയാണ് കേട്ടോ പ്ലാനൊക്കെ. എന്നിട്ട് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള വീടിൻ്റെ അടുത്ത് നിന്നുള്ള വണ്ടി ഇപ്പോൾ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാൻഹൈം ഹൗട്ട് ബാൻഹോഫിലെത്തി. ഇവിടെ ഞങ്ങൾക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ. അടുത്ത ട്രെയിന് ഞങ്ങൾ ഇവിടെ നിന്ന് പിടിക്കണം. എന്നിട്ട് അങ്ങോട്ട് പോണേ. ഓ, ബസ് ബുക്ക് ചെയ്തല്ലേ? ഓക്കെ, ഞങ്ങളിവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴാണ് അറിയുന്നത് ബസ് ബുക്ക് ചെയ്തെന്ന്. ട്രെയിനിലല്ലേ? ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ണൊക്കെ കണ്ടോ, ഉറങ്ങിയിട്ട് 2-3 ദിവസമായി. ഭയങ്കരമായിട്ടും കണ്ണുവേദന എടുക്കുന്നുണ്ട്. വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ്. എനിക്ക് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. പണ്ടേ എനിക്ക് വെയിറ്റ് ചെയ്യുന്ന ഇഷ്ടമേ അല്ല. നല്ല ക്ഷീണമുണ്ട്. വണ്ടി കയറി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? 1 മണിക്കൂറോ? ഫൈനലി ഞങ്ങൾ നീണ്ട ഒരു വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ ഇനിയും ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ്. എന്താ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്ലുസ് ബസ്സിനാണ്. നമുക്ക് ഈ ജർമ്മനിയിൽ 1 ഡേ ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്ലുസ് ബസ്സിന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നീണ്ട 8 hours യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ തുടുപ്പിലെത്തി കേട്ടോ. നമുക്കിവിടെ അവർ അക്കോമഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അക്കോമഡേഷൻ മീൻസ് ഫ്രഷ് ആവാനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി മാത്രം ഒരു 2 hour 1.5 hours നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗാർഡനിലെത്തി കേട്ടോ. ഞങ്ങൾക്ക് ഈ ഫ്ലുസ് ബസ്സിന് പെർ ഹെഡിന് 128 യൂറോയാണ് ആയിരിക്കുന്നത്. അത് വിത്ത് കനാൽ ക്രൂസും ഉണ്ട് കേട്ടോ. 1 hour കനാൽ ക്രൂസും നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ 1 hour കിട്ടും. പിന്നെ ഇവിടെ ഈ ഗാർഡനിൽ നമുക്ക് 2 hour നമുക്ക് കിട്ടും. അങ്ങനെ അവർ ഇൻക്ലൂഡഡ് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് 128 യൂറോയാണ് ആയിരിക്കുന്നത്. ഫൈനലി ഞങ്ങൾ കേക്കനോഫ് ഗാർഡനിലെത്തി. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഡ്രീമായിരുന്നു കേക്കനോഫ് ഗാർഡൻ കാണണമെന്നും അവിടെ വിസിറ്റ് ചെയ്യണമെന്ന്. വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതും 8 week മാത്രം ഓപ്പൺ ആക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡനാണ് ഈ കേക്കനോഫ് ഗാർഡൻ. ആക്ച്വലി ഞങ്ങൾ ഈ ഗാർഡനിൽ പോയത് April 18 കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ എത്തി. ഇവിടെ നമുക്ക് 2 hour ആണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അവർ തന്നേക്കുന്നത്. Park map.
അങ്ങനെ നമ്മൾ ഫസ്റ്റ് എൻട്രിയിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ വലിയൊരു ഗാർഡനാണ് കാണുന്നത് കേട്ടോ. ഫുള്ള് തുലിപ്പും നല്ല ഭംഗിയുള്ള ഒരു ഗാർഡനാണ്. അവിടെ കുറേ പേര് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ ഇവിടെ ഈ മോർണിംഗിൽ 8 o'clock മുതൽ 7 o'clock വരെയാണ് ഈ ഗാർഡൻ്റെ വിസിറ്റിംഗ് ടൈം. അങ്ങനെ നമ്മൾ ഈ ഗാർഡനിൽ കറക്റ്റ് നമ്മൾ 8:30 തന്നെ എത്തിയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഓപ്പൺ ടൈമിന് തന്നെ നമ്മൾ അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവർ തന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2 hours മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ 10:30 നമ്മൾ റിട്ടേൺ നമ്മൾ അവരുടെ ബസ്സിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലണം എന്നാണ് നമ്മുടെ ഗൈഡൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 2 hours ആക്ച്വലി നമുക്ക് 2 hours ഇതിനൊന്നും കാണാനൊന്നും പറ്റില്ല. ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം കാണാൻ വൺ ഡേ ട്രിപ്പിന് ഇത് മാത്രം കാണാനായിട്ട് വരണം കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗൈഡൻസ് ആംസ്റ്റർഡാമിൻ്റെയും കൂടെ ഫെസിലിറ്റീസ് തന്നതുകൊണ്ട് നമ്മൾക്കിവിടെ 2 hours മാത്രമേ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അവർ തന്നിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ എല്ലായിടത്തും വിസിറ്റ് ചെയ്യുന്നത് പോലെയല്ല കേട്ടോ. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ അങ്ങനെ കാണും. കാരണം അത്രയ്ക്ക് മനോഹരമായ സ്ഥലമായതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഫോട്ടോ എടുപ്പിൻ്റെ ബഹളം അവിടെ. എല്ലാവരും അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കുകളും വീഡിയോസ് എടുക്കുന്നതിൻ്റെ തിരക്കുകളും ഒക്കെയാണ് കേട്ടോ ഇവിടെ. എന്ത് രസമാണല്ലേ. Super. Hi. ഈ ഗാർഡൻ വർഷത്തിൽ 8 week മാത്രമേ ഉള്ളൂ എങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും. അതായത് ഈ തുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 weeks മാത്രമാണ്. അതുകൊണ്ട് അവർ അത് ലെയറായിട്ട്, അതായത് 4 ലെയേഴ്സായിട്ടാണ് അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ലെയേഴ്സ്, അതായത് ഫസ്റ്റ് ലെയർ നശിച്ചു പോകുമ്പം സെക്കൻഡ് ലെയർ, അങ്ങനെ 4 ലെയേഴ്സായിട്ടാണ്, അതായത് 8 weeksനേക്കുള്ളതാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
ഷൂ ഈ ഗാർഡനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്സാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ നെതർലാൻഡിൻ്റെ വിൻ മിൽസ്. അതായത് നെതർലാൻഡിലെ ഒരു ഐക്കോണിക് തിങ്സ് ആണെന്ന് തന്നെ പറയാം കേട്ടോ ഈ വിൻ മിൽസ്. ഈ വിൻമിൽസിൻ്റെ അടുത്ത് തന്നെ നമ്മൾക്കൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ നമുക്ക് ഈ നെതർലാൻഡിൻ്റെ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ നമുക്കവിടെ വാങ്ങിക്കാൻ പറ്റും. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ കടയിൽ ആ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് കാണുന്നത് ഷൂസുകളാണ് കേട്ടോ. ഈ ഷൂസിനൊരു ഒരു പുരാതന കാലത്ത് എന്തോ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതെല്ലാം ഈ ഷൂസുകളെല്ലാം തടികളുടെ ഷൂസുകളാണ് കേട്ടോ. ഒരു യുണീക്ക് പീസാണ് ഇതെല്ലാം. എന്തോ പുരാതന പണ്ടെങ്ങാണ്ട് ഇവർ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർ ഈ ഷൂസാണ് ചൂസ് ചെയ്തതെന്നാണ് ഇവരുടെ ഇതിനകത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാണ് തുലിപ്പ് ഗാർഡനിലെ വിശേഷങ്ങൾ കേട്ടോ. ഇതെല്ലാം ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ആധുനികകരമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനുള്ള അറിവുകളൊന്നുമില്ല. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഞങ്ങളുടെ യാത്ര ആംസ്റ്റർഡാമിലേക്കാണ് കേട്ടോ. ഇനി ആംസ്റ്റർഡാമിലേക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്ത വ്ലോഗിൽ നമ്മൾക്ക് കാണുന്നിടം വരെയും ടാറ്റാ ബൈ ബൈ.